വിശക്കുന്നവൻ്റെ വേദന കാണുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഒരു നേരത്തെ ആഹാരം വിശക്കുന്നവൻ നൽകുന്നതിനപ്പുറം പുണ്യകർമ്മം മറ്റൊന്നില്ല. അന്നദാനം ജീവിതവ്രതമാക്കിയ കണ്ണൂർ പടന്നപ്പാലം സ്വദേശി സുരേഷ് കുമാറിനെയാണ് കാഴ്ചയ്ക്കപ്പുറം പ്രേക്ഷകർക്കായി ഇനി പരിചയപ്പെടുത്തുന്നത്. ആവശ്യത്തിലധികം പണമുണ്ടായിട്ടല്ല സുരേഷ് കുമാർ 5 വർഷം മുമ്പ് നിസ്വാർത്ഥ സേവനത്തിന് ഇറങ്ങിത്തിരിച്ചത്. ഒരു നേരത്തെ ഭക്ഷണത്തിന് നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന നിരവധി പേർ തനിക്ക് ചുറ്റുമുണ്ടെന്ന തിരിച്ചറിവാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് പ്രചോദനമായത്. സ്വന്തം വീട്ടിൽ നിന്നും പാചകം ചെയ്ത് ഭക്ഷണം പൊതികളിലാക്കിയായിരുന്നു തുടക്കത്തിൽ വിതരണം. സുമനസ്സുകൾ കണ്ടറിഞ്ഞ് സഹായിച്ചതോടെ പൊതിച്ചോർ വിതരണം എളുപ്പമായി. കളക്ട് ചെയ്യാൻ എവിടെയും പോകണ്ട. ഈ നോട്ടീസ് കൊടുത്തിട്ട് തുടക്കത്തിൻ്റെ നോട്ടീസ് കൊടുത്താണ്. പിന്നെ അറിയുന്ന കൂട്ടർ ഇവിടെ അവരുടെ മനസ്സിന് തൃപ്തിപ്പെട്ടിട്ട് ഒരാൾക്കോ 10ആക്കോ 5ആക്കോ അങ്ങനെ കൊണ്ടു തീർത്തന്നു. ഭക്ഷണം കൊണ്ടു തന്നു. അതിന് കണക്കായിട്ട് കഴിവില്ലാത്തവർ 99% കഴിവില്ലാത്തവർ. അതിനകത്ത് ഒന്നെല്ലാം ഉണ്ടാവും കഴിവ്. അതൊന്നും ജോലിക്കിടെ സമയം കണ്ടെത്തി എന്നും ഉച്ചയ്ക്ക് 1 മണിയോടെ മഹാത്മാ മന്ദിരത്തിന് സമീപത്തെ പാതയോരത്തെത്തുന്ന സുരേഷ് പ്രവർത്തനങ്ങളിൽ മുഴുകും. അപ്പോഴേക്കും തെരുവുമക്കൾ ഓരോരുത്തരും പാതയോരത്ത് സ്ഥാനം പിടിക്കും. ഭിക്ഷക്കാരും നിർധനരും രോഗികളും ഉൾപ്പെടെയുള്ളവർക്ക് സുരേഷ് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യും. തുടർന്ന് 2:30 മണിയോടെ ജോലിസ്ഥലത്തേക്ക് മടങ്ങും. എല്ലാവർക്കും കൊടുത്ത് കഴിഞ്ഞ ശേഷം 3-3:30 പോയെ. ചിലപ്പോൾ ഭക്ഷണം ചിലപ്പം അത്യാവശ്യം ഒരു 2:30 ഇടുന്നു. 2:30 എന്തായാലും കഴിയും പോവാൻ. പക്ഷേ 2 മണിയോടുള്ള ഭക്ഷണം എത്തിക്കേണ്ട ടൈം. പണിമുടക്ക് ദിനങ്ങളിലും ഹർത്താൽ ദിനങ്ങളിലും മറ്റ് അവധി ദിവസങ്ങളിലും ഒന്നും സുരേഷിന് വിശ്രമമില്ല. ഹർത്താൽ ദിനങ്ങളിൽ തെരുവുമക്കൾക്ക് പുറമേയുള്ളവർക്കും സുരേഷ് ഭക്ഷണം നൽകിയിട്ടുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനം വിജയപൂർവ്വം എങ്ങനെ തുടരുന്നു എന്ന ചോദ്യത്തിന് ദൈവാനുഗ്രഹം എന്ന ഒറ്റ മറുപടി മാത്രമാണ് സുരേഷിന് പറയാനുള്ളത്. ദൈവത്തിന്റെ ഇതാണ്. എല്ലാം ദൈവം ഇവിടെ എത്തിക്കും. നമ്മൾ കൊടുക്കുന്ന ദൈവം എനിക്കൊരു ശക്തിയാണ്. തുടക്കം കാരണം വെച്ചാൽ എത്ര വലിയ ആളും ചെറിയ ആളും എന്നല്ല. പിന്നെ ഓരോരിക്ക ചതിവിൽ നശിച്ചു വരാം. ഓരോരിക്ക മാനസികമായിട്ട് ചെറിയ വിഷമം വന്നാൽ അവൻ എത്ര പഠിച്ചാലും എത്ര വലിയ കോടീശ്വരനായാലും അവൻ ഇവിടെ എത്തിപ്പെട്ടിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കൂട്ടരെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇത് തുടങ്ങിയതാണ്. അപ്പം അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം കണ്ടതിന് ശേഷം ഒരു മുമ്പേ ഒരു സംസാരിച്ചതിന് ശേഷം എല്ലാം കംപ്ലീറ്റ് അതിന് ശേഷം. ഒറ്റയാൾ പോരാട്ടം തുടരുമ്പോഴും സുരേഷിന് തടസ്സം സാമൂഹ്യ വിരുദ്ധരാണ്. ആരൊക്കെ ശല്യം ചെയ്താലും ഈ ഉദ്യമത്തിൽ നിന്നും അല്പം പോലും പിന്മാറാൻ ഈ മനുഷ്യസ്നേഹി തയ്യാറല്ല. 1-2 സാമൂഹ്യ ദ്രോഹികൾ എന്ന് പറയുന്ന ഒരു 1000-1-2 ഉണ്ടാവും. അവരിങ്ങനെ നിരന്തരമായിട്ട് പല പ്രശ്നങ്ങളും ഉണ്ടാക്കുക, വിൽക്കാതെ അടിക്കുക, അപ്പുറത്തെ പിന്നെ അടുത്തുള്ള കച്ചവടക്കാരെ സ്വാധീനിച്ചിട്ട് അവരും ഇവരെ കൂടിയിട്ട് ഒരു 5 വർഷം ഇവർ പലമാര് ബുദ്ധിമുട്ടാണ്. പെട്ടിക്കട പോലീസ് പരാതി കൊടുത്ത് അവരെടുത്ത് മാറ്റും. പിന്നെ വീണ്ടും ഈ സാമൂഹിക ദ്രോഹികൾ വേറെ ആളെ കൊണ്ടിടും. അങ്ങനെ പല പ്രാവശ്യം 5 വർഷമായിട്ട് ഇവിടുന്ന് പലമാരുള്ള ദ്രോഹം. കൂടാതെ ഇവിടെ മാലിന്യം ഇടുക, പിന്നെ ഇരിക്കുന്ന സീറ്റുകൾ നശിപ്പിക്കുക. ഇരിക്കുന്ന സീറ്റ് എന്ന് വെച്ചാൽ സീറ്റല്ല, കല്ല് വെക്കുക. അപ്പോൾ ആ കല്ല് വരെ ഇവർ എന്ന് എടുത്തിട്ട് പെട്ടീൻ്റെ അടിയിൽ കൊണ്ടുവെക്കും. വിശക്കുന്നവന് വയറ് നിറച്ച് ഭക്ഷണം നൽകിയാലുള്ള സംതൃപ്തിയെക്കുറിച്ച് പറയാൻ സുരേഷിന് വാക്കുകളേറെയാണ്. എനിക്ക് സംതൃപ്തി എന്ന് വെച്ചാൽ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, അപ്പം ഇല്ലാതെ കക്ഷികളെ വിടുക, അവർക്ക് തന്നെയാണല്ലോ സംതൃപ്തി.
അവരാണല്ലോ അവർ പറയേണ്ടത്. അവരെ കാര്യം അവർ പറയാം, എൻ്റെ കാര്യം വരുന്നത്. സന്തോഷം, വളരെ സന്തോഷം. ഞാൻ പലതും മനസ്സിലാക്കിയ ശേഷം കുറേ വർഷങ്ങൾ, ഇപ്പം 5 വർഷമായി തുടങ്ങിയിട്ട്. പക്ഷേ സംഗതി എന്ന് വെച്ചാൽ ഞാൻ 10-30 കൊല്ലം ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ കച്ചവടം ചെയ്യുന്നുണ്ട്, എൻ്റെ തൊഴിൽ നിന്ന് എല്ലാം നിന്ന്. അതിനിടയ്ക്ക് ഞാൻ പലതും മനസ്സിലാക്കിയിട്ട് ഈ സന്ദർഭത്തിൽ 5 വർഷമായിട്ടുള്ളൂ തുടങ്ങിയിട്ട്. അതിലും 10-30 വർഷമായി ഞാൻ ഇതിനെപ്പറ്റി ഒരാളെ പറ്റി മനസ്സിലാക്കിയതിന് ശേഷം തുടങ്ങി. ചൈനീസ് സാധനങ്ങളും മറ്റും തെരുവിൽ വിറ്റാണ് സുരേഷ് ഭാര്യയും 2 പെൺമക്കളും ഉൾപ്പെടെയുള്ള കുടുംബത്തെ പോറ്റുന്നത്. ഞാൻ ഇപ്പം ചെറിയൊരു കച്ചവടമാണ്, ഫുട്പാത്തിൽ ചെറിയൊരു ചൈനീസിനും ചീസനാകുമ്പം 10 ആ കച്ചവടമാണ് ഇപ്പം ചെയ്യുന്നത്. വരുമാനം ഒന്നും വേണ്ട, വരുമാനം ഇല്ലാണ്ട് ഒരു വരുമാനം പ്രതീക്ഷിച്ചില്ല. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഭാര്യ സമീറയും സുരേഷിന് മികച്ച പിന്തുണ നൽകുന്നുണ്ട്. എത്രമാത്രം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും കഴിയാവുന്നിടത്തോളം കാലം അന്നദാനം തുടരാനാണ് സുരേഷ് കുമാറിന്റെ ആഗ്രഹം. ഇത് കഴിയാവുന്നത്തോടെ തുടരാന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ദൈവം പലതും മനസ്സിലാക്കി ദൈവം തന്നെ ഇതിന് ഒരു സൗകര്യം. അപ്പം അതൊന്നും എൻ്റെത് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഒന്നും വിചാരിക്കില്ല. വരുന്നിടത്തോളം ദൈവം ഒരു ദൈവശക്തി ഉണ്ടല്ലോ, അവർ എത്തിക്കുന്നവരെ എത്തിക്കും. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുന്ന സുരേഷിൻ്റെ നിസ്വാർത്ഥ പ്രവർത്തനം പ്രശംസകൾക്കും അതീതമാണ്. സുരേഷിന് കാഴ്ചയ്ക്കപ്പുറം എല്ലാ പിന്തുണയും അർപ്പിക്കുന്നു.